നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് അമാവാസിയാണ്, കൂടാതെ വെള്ളിയാഴ്ചയാണ് എന്ന പ്രത്യേകതയുണ്ട്. അതായത് ഏപ്രിൽ 17 തീയതി വെള്ളിയാഴ്ചയും രേവതി നക്ഷത്രവും അമാവാസിയും ഒന്നിച്ച് വരുന്ന വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. പിതൃപ്രീതിക്കും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും അഥവാ മഹാലക്ഷ്മി പ്രീതിക്കും ഏറ്റവും ഉത്തമമായ ഒരു ദിവസം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അത് നിങ്ങളുടെ കുടുംബത്തിൽ പല വിധത്തിലും നേട്ടങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യാം. എന്തെല്ലാമാണ് ഈ വിശേഷപ്പെട്ട ദിവസം നാം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ധനപരമായ ബുദ്ധിമുട്ടുകൾ, ധനപരമായ പ്രയാസങ്ങൾ അകലുവാനും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുവാനും കടബാധ്യതകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം വന്നു ചേരുവാനും അല്ലെങ്കിൽ കടബാധ്യതകൾ തീർക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരാനും ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമായി തീരും. നാം ഏവരും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ അതിരാവിലെ തന്നെ ഉണരേണ്ടത് അനിവാര്യമാണ്. അതിരാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിക്കുക എന്നതാണ് ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യമാണ്. ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളും ഈ പുണ്യദിനത്തിൽ നിങ്ങൾക്ക് സർവ മംഗളദായകമായി തീരുകയും ചെയ്യാം. ഈ സമയം നിങ്ങൾ പ്രധാനമായും ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോഴും നെയ്വിളക്ക് തെളിയിച്ച് അല്ലെങ്കിൽ നെയ്യ് കൊണ്ട് വിളക്ക് തെളിയിക്കുന്നതും അതും 5 തിരിയിട്ട ഭദ്രദീപം തെളിയിക്കുന്നതും സർവ ഐശ്വര്യപ്രദമായ ഒരു കാര്യം തന്നെയാണ്. അതിനാൽ വീടുകളിലും ഈ ഒരു കാര്യം ചെയ്യുക. കൂടാതെ നെയ്വിളക്ക് ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ദേവിക്ക് ഇഷ്ട വഴിപാടായ പൂമാല ഇന്നേ ദിവസം ചാർത്തുന്നത് സർവ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായ കാര്യമാണ്. അതോടൊപ്പം കടും പായസം ഇന്നേ ദിവസം നിവേദിക്കുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യോദയത്തിന് അത് സഹായകരമായി തീരും. ഭാഗ്യത്തിന് തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ തരണം ചെയ്യുവാനും ഇപ്രകാരം ഇന്നേ ദിവസം ഈ വഴിപാട് നടത്തുന്നത് ഗുണകരമാണ്. തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും ഇന്നേ ദിവസം. അതിനാൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ഈ വഴിപാടുകൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ദേവി മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതും മഹാലക്ഷ്മി മന്ത്രങ്ങൾ പ്രത്യേകിച്ചും ഇന്നേ ദിവസം ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമായ ഒരു കാര്യം കൂടിയാണ്. ആ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകണം. ഇന്നേ ദിവസം പ്രധാനമായും പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നേ ദിവസം അമാവാസി ദിവസമായതിനാൽ തന്നെ പിതൃ തർപ്പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അമാവാസി ദിനമായതിനാൽ പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതും അല്ലെങ്കിൽ തർപ്പണം ചെയ്യുന്നതും വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പിതൃശാപമുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാൻ ഏറ്റവും ഉത്തമമാണ് ഇന്നേ ദിവസം പിതൃതർപ്പണം ചെയ്യുന്നത്. തലമുറകൾക്ക് തന്നെ ശ്രേയസ് ഉണ്ടാകുവാൻ അത് സഹായകരമായി തീരും. പിതൃദോഷമുണ്ട്, പിതൃശാപമുണ്ട് എങ്കിൽ പ്രധാനമായും ആ വീട്ടിലെ സന്താനങ്ങൾക്ക് അത് വളരെ ദോഷകരമാണ്. സന്താനങ്ങൾക്ക് ഉയർച്ചയില്ലാത്തതായ അവസ്ഥ,
സന്താനങ്ങൾക്ക് വിഷമകരമായ സാഹചര്യങ്ങൾ, വിവാഹം നടക്കാത്തതായ അവസ്ഥ, സന്താന ലബ്ധി ഉണ്ടാകാത്തതായ അവസ്ഥ, അത്തരത്തിൽ സന്താനങ്ങൾ വളരെയധികം വിഷമിക്കുന്ന സാഹചര്യമായിരിക്കും പിതൃശാപത്താൽ കൂടുതലായും സംഭവിക്കുക. അതിനാൽ തീർച്ചയായും പിതൃതർപ്പണം നടത്തി നിങ്ങൾ പിതൃപ്രീതി നേടുവാൻ ശ്രമിക്കണം. ഗൃഹത്തിൽ ഇന്നേ ദിവസം ലക്ഷ്മി പൂജ നടത്തുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ലക്ഷ്മി ദേവിയെ ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ധന നേട്ടങ്ങൾക്കും മറ്റ് ഉയർച്ചകൾക്കും സഹായകരമായി തീരും. ഇന്നേ ദിവസം നാമജപത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ജപിക്കാം. സന്ധ്യാസമയത്ത് പ്രധാനമായും ഇന്നേ ദിവസം മഹാലക്ഷ്മി പൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ്. സന്ധ്യാസമയത്ത് ഉപ്പുദീപം തെളിയിക്കുന്നതും വീടുകളിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ സമ്പത്തിനെ ആകർഷിക്കുവാൻ ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുന്നത്. അതിനാൽ തീർച്ചയായും ആ ഒരു കാര്യത്തിന് പ്രാധാന്യം നൽകണം. ഈ ദിവസം നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട മന്ത്രങ്ങളുണ്ട്. അതിൽ ഒന്ന് തന്നെയാണ് കനകധാരാ സ്തോത്രം. നിങ്ങൾ തീർച്ചയായും കനകധാരാ സ്തോത്രം ഇന്നു മുതൽ ജപം ആരംഭിക്കുന്നത് ഉത്തമമാണ്. മഹാലക്ഷ്മി ദേവിയുടെ ഐശ്വര്യപൂർണമായ ഫലങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ കടന്നു വരാൻ ഉത്തമമാണ്. ധനപരമായ ഉയർച്ചയാണ് കനകധാരാ സ്തോത്രത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഇന്നേ ദിവസം രാത്രിയിലാണ് എങ്കിലും നിങ്ങൾ തീർച്ചയായും ഈ മന്ത്രം ജപിക്കണം. കൈയും കാലും മുഖവും കഴുകി അല്ലെങ്കിൽ ശരീരശുദ്ധി വരുത്തി തീർച്ചയായും ഈ മന്ത്രജപം നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി ഭവിക്കുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം മഹാലക്ഷ്മി അഷ്ടകം, ലളിത സഹസ്രനാമം എന്നിവ ഭക്തിപൂർവം ജപിക്കുന്നത് വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുന്നതായ സാഹചര്യം വന്നു ചേരും. വീട്ടിൽ ഐശ്വര്യ വർധനവാണ് നിങ്ങൾക്ക് പ്രധാനമായും കടന്നു വരിക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ കടം തീരുവാനും അതേപോലെ തന്നെ സ്വർണം തിരിച്ചെടുക്കുവാനും ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാന കാര്യമുണ്ട്. ആ കാര്യം കൂടി തീർച്ചയായും പ്രവർത്തിക്കണം. അതിപ്രകാരമാണ് മഞ്ഞക്കിഴിയാണ്. ധനപരമായ ബുദ്ധിമുട്ടുകൾ കടം തീരുവാനും വീടിന്റെ മുൻപിൽ ഒരു മഞ്ഞക്കിഴി കെട്ടി തൂക്കുന്നത് വളരെ ഫലപ്രദമാണ്. നിങ്ങൾക്ക് സ്വർണ്ണപ്പണയമുണ്ട് എങ്കിൽ അത് തിരിച്ചെടുക്കുവാൻ ഉത്തമമായി തീരാം. എപ്രകാരമാണ് മഞ്ഞക്കിഴി തയ്യാറാക്കേണ്ടത് എന്ന കാര്യം ഓർക്കണം. ശുദ്ധിയുള്ള ഒരു മഞ്ഞ തുണി നിങ്ങൾ എടുക്കുക. അതിലേക്ക് കുറച്ച് കല്ലുപ്പ്, ഒരു കഷ്ണം ഉണക്കമഞ്ഞൾ, ഒരു കഷ്ണം വയമ്പ്, അതേപോലെ കഴുകി തുടച്ച ഒരു നാണയം, കൂടാതെ ഒരു ചെറിയ പേപ്പറിൽ സ്വർണം എന്ന് എഴുതിയതും വച്ച് കിഴിയായി നിങ്ങൾ കെട്ടുക. ഇത് വീടിന്റെ മുൻവശത്ത് തന്നെയാണ് നിങ്ങൾ തൂക്കിയിടേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, മുൻപ് ഇതേപോലെ കിഴി കെട്ടിയിട്ടുള്ളവരാണ് എങ്കിൽ പഴയ കിഴി മാറ്റി ഈ ദിവസം പുതിയത് തന്നെ കെട്ടേണ്ടതാണ്. പഴയ കിഴി അഴിക്കുമ്പോൾ അതിലുള്ള നാണയം എടുത്ത് ക്ഷേത്ര ഭണ്ഡാരത്തിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇന്നേ ദിവസം ഈ വസ്തുക്കൾ കളയുമ്പോൾ ആരും ചവിട്ടാത്ത ഇടത്ത് തന്നെ കളയുന്നതാണ് ഉത്തമം. നാണയം ഒഴിച്ച് മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കളയാം. എന്നാൽ ഉപ്പ് ജലത്തിൽ അലിയിച്ച് കളയുന്നതാണ് കൂടുതൽ ഉത്തമം. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. അതിനാൽ ആ മന്ത്രങ്ങൾക്ക് പ്രാധാന്യം നൽകണം. അതേപോലെ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ ഈ മന്ത്രം കേൾക്കുന്നതും ഈ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നതും കൂടുതൽ ഐശ്വര്യപ്രദവുമാണ്. ഇന്നേ ദിവസം രാത്രിയിലാണ് എങ്കിലും മുൻപ് പരാമർശിച്ച മന്ത്രവും
ഈ സ്തോത്രവും നിങ്ങൾക്ക് തീർച്ചയായും ജപിക്കാവുന്നതാണ്. സർവ്വ ഐശ്വര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഏവർക്കും മഹാലക്ഷ്മി പ്രീതിയാൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.